അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മെ ഒരുപാട് പരീക്ഷണങ്ങൾ തേടിയെത്തുന്നു. നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. പക്ഷേ യഥാർത്ഥ പരിഹാരത്തിലേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്ക് തവക്കുലാക്കുകയാണ്. ഈ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ നമുക്ക് തഖ്വയില്ലെങ്കിൽ വെറും ഒരു പ്രഹസനം മാത്രമാണ്. അതുകൊണ്ട് ഗുണത്തിലേറെ ദോഷമായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ പരിഹാരം തഖ്വ തിരിച്ചു പിടിക്കലാണ്. ആ തഖ്വയുടെ ഭാഗമായി നമ്മൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുത്തെ ഏറ്റവും ബഹുമാനിച്ചതായ ഒരു മാസമാണ് റജബ്. ഈ റജബിനെ നമ്മൾ ബഹുമാനിക്കുക. റജബിനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമുക്ക് തഖ്വയുണ്ടാകാൻ അത് കാരണമായി തീരും. കാരണം റജബിനെക്കുറിച്ച് പറഞ്ഞത് ഷഹ്റുൻ മൻസിലുഹു അളീമത്തുൻ വഹുർമത്തു ഖദീമത്തുൻ അൽ ഹസനത്തു ഫീ ജസീലുൻ അജ്റുഹാ വസയ്യത്തു ഫീഹി സഖീലുൻ വിസുറുഹാ. റജബ് പൂർവകാലത്തെ ബഹുമാനമുള്ള ഒരു വലിയ മാസമാണ്. ആ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ അതിന് വലിയ പ്രതിഫലം കിട്ടും, തിന്മ ചെയ്താലോ വലിയ കുറ്റവും കിട്ടും. അത്രയും ബഹുമാനമുള്ള അള്ളാഹുവിൻ്റെ മാസം എന്നുള്ള പരിചയപ്പെടുത്തി ഈ മാസത്തിനെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക. നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുക. അതിൻ്റെ മുമ്പ് നമ്മൾ ഖൽബിനെ വൃത്തിയാക്കുക. ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, ആരോടെങ്കിലും വാശിയുണ്ടെങ്കിൽ എല്ലാം പുറത്തു കൊടുക്കുക. കാരണം നമ്മളെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും പുറത്തു കൊടുക്കുക. കിബിർ, ഹസദ്, ഉജുബൊക്കെ ഹൃദയത്തിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കിയിട്ട് ഈ റജബിനെ സ്വീകരിക്കുന്ന ഭാഗമായി വീടും പരിസരവും പള്ളിയും പരിസരവും മദ്രസയും എല്ലാം വൃത്തിയാക്കി അള്ളാഹുവിൻ്റെ മാസത്തെ നമ്മൾ ബഹുമാനിക്കുമ്പം അത് തഖ്വ തിരിച്ചു കിട്ടാൻ വലിയൊരു കാരണമാണ്. മാത്രവുമല്ല അള്ളാഹുവിന് നന്ദിയുമാണ്. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞാൻ അധികരിപ്പിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞ് നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് അല്ലാഹു തആല തരും. നമ്മുടെ ദുന്യവി മുഹറമ പ്രശ്നങ്ങളത് പരിഹരിക്കാനൊക്കെ കാരണമാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റജബിൻ്റെ കഴിവിൻ്റെ പരമാവധി ബഹുമാനിക്കുക, എല്ലാ ജനങ്ങൾക്കും പുറത്തു കൊടുക്കുക. എന്നിട്ട് നമുക്ക് എതിരെയുള്ള ഭീഷണികൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാരണം കിതാബിൽ കാണാം, ഇന്ന ദുആ ഫീ മുസ്തജാബിനൽ ലലമത്തി വകുല്ലി ജാഇരിൻ. ഈ റജബ് മാസത്തിൽ എല്ലാ അക്രമികൾക്കെതിരെയും അക്രമത്തിനെതിരെയും നാം ദുആ ചെയ്താൽ അത് ഉത്തരം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ വലിഹാദ കാനത്തിൽ ജാഹിലിയ കാലത്തുള്ള ജനങ്ങൾ തന്നെ അവരെ പ്രാർത്ഥനകൾ അവർ പിന്തിച്ചിരുന്നു. യുഅഖിറൂന ദഅവാതി മലാമൻ ലലമഹും. അന്ന് മർദ്ദിതരായ ജനങ്ങൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന എന്ന് അവസ്ഥയായിരുന്ന ആ കാലത്ത് പാവപ്പെട്ട പീഡിതർ, മർദ്ദിതർ റജബ് വരാൻ വേണ്ടി കാത്തിരിക്കും. എന്നിട്ട് ഫയദുഊന അലൈഹി ഫി റജബിൻ ഫലാ യുറദ്ദു ഖായിബൻ. അക്രമിക്കെതിരെ അവർ റജബിൽ ദുആ ചെയ്യും, അതിൻ്റെ ഉത്തരം അവർ കാണുകയും ചെയ്യും. ആ ദുആ തള്ളപ്പെടാറില്ലായിരുന്നു എന്ന് ഉന്നത്തു താലിബ് 273 പേജിൽ നോക്കിയാൽ കാണാം. അതുകൊണ്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി റജബിനെ ബഹുമാനിച്ച് നമുക്കെതിരെയുള്ള ഭീഷണിയായി വരുന്ന എല്ലാ ശത്രുക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മുഅ്മിൻ്റെ ആയുധമാണല്ലോ. ഈ ആത്മീയ മേഖലയൊക്കെ കൈവടിഞ്ഞിട്ട് നമ്മൾ വെറും ഭൗതികമായ സാധ്യതയുടെ പിന്നാലെ ഓടിയിട്ട് ഒരു കാര്യവുമില്ല. അത് നമ്മൾ ഒന്നും കൂടി വഷളത്തരത്തിലേക്ക് ആക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. കാരണം രക്തപിണ്ഡം മാംസപിണ്ഡമാക്കിയവൻ, മാംസപിണ്ഡത്തിന് മനുഷ്യ രൂപം നൽകിയവൻ, അതിന് റൂഹ് നൽകിയവൻ അവനാണ് അള്ളാഹു.
അവനെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ തന്നെ മറന്നിട്ട് ആ ഭാഗം ഒഴിവാക്കി രാഷ്ട്രീയമായ സംവിധാനങ്ങൾക്ക് മാത്രം തവക്കുലാക്കിയാൽ, റബ്ബിനെ മറന്നാൽ പരീക്ഷണം കൂടുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രീയ സംവിധാനമൊക്കെ വേണം, പക്ഷേ അതൊക്കെയും 75% നമ്മൾ കാണേണ്ടത് ആത്മീയ മേഖല തന്നെയാണ്. അള്ളാഹുത്താല നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തഖ്വ കഴിവിൻ്റെ പരമായി തിരിച്ചു പിടിച്ചതിന് ശേഷം ഇത്തരം മേഖല നമ്മൾ നോക്കിയാൽ അതിന് നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയും. അല്ലാതെ ദീനിൻ്റെ കാര്യം ഒക്കെ വളരെ ഒരു മൈൻഡും ചെയ്യാതെ നമ്മളുണ്ടല്ലോ വെറും ദുന്യാവിൻ്റെ കാരണങ്ങൾ മാത്രം നോക്കിപ്പോയാൽ എവിടെ എത്തൂല. നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.